വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അബീമിസ് ആണ് മകളെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മുൻ വർഷങ്ങളിലൊക്കെ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വേറെ ഒന്നും അല്ലടാ, നമ്മളോട് പുറത്തുനിന്ന് ഒരു പോമോ ഒരു പാസേജോ തരും, എന്നിട്ട് അത് വായിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മളോട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്തെടുക്കുക. മിസ്സിനെ പരിചയപ്പെടുത്താം. മിസ്സിന്റെ പേര് അഭിരാമി എന്നാണ്, നിങ്ങൾക്ക് അബി മിസ് എന്ന് വിളിക്കാം കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്, ഒരു പാസേജ് ആണ് അല്ലെ. വൺസ് there was a farmer. ഒരു ഫാർമർ ഉണ്ടായിരുന്നു. ഈ ലിവിഡ് സ്മോൾ ഹൗസ്, ഒരു ചെറിയ വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിന് വൈഫോ കുട്ടികളോ ഒന്നുമില്ല. സോ ഹി lived alone അല്ലെ. അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം അദ്ദേഹം തനിയെ എന്ത് ചെയ്യും, കുക്ക് ചെയ്ത് കഴിക്കും. അദ്ദേഹത്തിന്റെ കൃഷി സ്ഥലത്ത് തനിയെ ജോലി ചെയ്യും. ആൻഡ് അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും ആരുണ്ടായിരുന്നില്ല അല്ലെ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വൈകുന്നേരം, വൺ ഈവനിങ്, ദ ഫാർമർ വാസ് സിറ്റിംഗ് ഓൺ ദ വരാന്ത അല്ലെ. ഫാർമർ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ചെറിയ ഡോഗ്, a little dog came there and sat down in the yard in front of the veranda അല്ലെ. അവിടെ വന്നിട്ട് ഒരു ലിറ്റിൽ ഡോഗ് അദ്ദേഹത്തിന്റെ മുമ്പിൽ വരാന്തയിൽ ഇരുന്നു. The farmer looked at the dog. ഫാർമർ എന്ത് ചെയ്യാണ്, ആ ഡോഗിനെ നോക്കുകയാണ് കേട്ടോ. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടൊന്നല്ല ഈ ഡോഗ് ഇവിടെ വന്നിരിക്കുന്നത്. He pointed to the gate and shouted to the dog, go away. അദ്ദേഹം എന്താണ്, ഗേറ്റ് ചൂണ്ടി കാണിച്ചിട്ട് ആ ഡോഗിനോട് പറഞ്ഞു, go away അല്ലെ, കിടക്ക് പുറത്തെന്ന് പറഞ്ഞു. But the dog got up and jumped straight into the veranda. പക്ഷേ ഡോഗ് എന്താ ചെയ്തത്, പുറത്തേക്ക് പോയോ ഇല്ല, ചാടി എണീറ്റ് നേരെ വരാന്തയിൽ കയറിയിരുന്നു. It sat by the side of the farmer. എന്നിട്ട് ഫാർമറിന്റെ തൊട്ടടുത്ത് വന്നിരുന്നു അല്ലെ. The farmer looked at the dog. ഫാർമർ ആണെന്നുണ്ടെങ്കിൽ ഈ ഡോഗിനെ നോക്കുന്നുണ്ട്. It had only one ear അല്ലെ. അതിനാൽ ഈ ഒരു ഡോഗിന് ഒരൊറ്റ ചെവി ഉണ്ടായിരുന്നുള്ളൂ. The ear was sticking up like a radio aerial. പണ്ടത്തെ കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ റേഡിയോ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ റേഡിയോയുടെ സിഗ്നൽ പിടിക്കാനായിട്ട് ഏരിയൽ എന്ന് പറഞ്ഞതാ, ഇതാണ് റേഡിയോ എങ്കിൽ ആ റേഡിയോയുടെ മുകളിലേക്ക് ഏരിയൽ പോലെ ഒരു സാധനം ഉണ്ടാവും. ഇതാണ് ഏരിയൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഈ ഡോഗിന് ഒരു ചെവി ഉണ്ടായിരുന്നുള്ളൂ, ആ ചെവി മുകളിലേക്ക് പൊന്തി ഏരിയൽ പോലെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. ഫാർമർ പിന്നെയും ഷൗട്ട് ചെയ്തു, ഗെറ്റ് ഔട്ട്. The dog got up, wagged its tail and walked straight into the house. പിന്നെയും നമ്മുടെ ഫാർമർ പുറത്തേക്ക് പോ അല്ലെ, ഗെറ്റ് ഔട്ട് എന്ന് ഷൗട്ട് ചെയ്തപ്പോ ഡോഗ് പിന്നെയും എണ്ണീറ്റ് വാഗ്ഡ് ഇറ്റ്സ് ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, വാലൊക്കെ ആട്ടിക്കൊണ്ട് നേരെ എന്താണ് വീടിന്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു. Now the farmer was amused. അപ്പൊ ഇത് കണ്ടപ്പോഴേക്കും ഫാർമറിന് ഭയങ്കര അത്ഭുതം തോന്നി അല്ലെ. He pointed to the chair and said to the dog, sit under the chair. അപ്പൊ ഇത് കണ്ടപ്പോഴേക്കും ഭയങ്കര അത്ഭുതം തോന്നിയിട്ട് നമ്മുടെ ഫാർമർ എന്ത് ചെയ്യാണ്, ഒരു ചെയർ പോയിന്റ് ചെയ്തിട്ട് ആ ചെയറിന്റെ അടിയിൽ ഇരുന്നോളാൻ പറഞ്ഞു അല്ലെ. But the dog went and sat on the chair. പക്ഷെ ഡോഗ് എന്ത് ചെയ്തു, അടിയിലൊന്നും അല്ല, നേരെ പോയിട്ട് ആ കസേരയുടെ മുകളിൽ കയറിയിരുന്നു. The farmer said, you're a funny dog, I like you. നീ ഒരു ഫണ്ണി ആയിട്ടുള്ള ഡോഗ് ആണ്, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അല്ലെ. ഫ്രം ദ ഡേ ദ ഫാർമർ ആൻഡ് ദ ഡോഗ് lived together. അന്ന് മുതല് ഈ ഫാർമറും ഡോഗും ഒന്നിച്ചാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ ഫാർമർ എന്തല്ല, ഒറ്റയ്ക്കല്ല അല്ലെ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പാസേജ്. ഇതുപോലെ നമ്മളോട് എക്സാമിന് പാസേജ് വരും, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. Where did the farmer live? ഫാർമർ എവിടെയാണ് താമസിക്കുന്നത്? ഓപ്ഷൻസിൽ ഇൻ എ ബിഗ് ഹൗസ് ഉണ്ട്, ഇൻ എ ഹട്ട് ഉണ്ട്, ഇൻ എ സ്മോൾ ഹൗസ് ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഇതാണ് മക്കളെ ആൻസർ. നമുക്കറിയാം ഇൻ എ സ്മോൾ ഹൗസ് അല്ലെ, പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് ഫാർമർ lived in a small house. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, who came there one day? ആരാണ് ഒരു ദിവസം അവിടെ വന്നത്? A little cat, a little dog, a little parrot, none of this. ആരാണ്? a little dog ആണ് അല്ലെ, ഒരു നായക്കുട്ടിയാണ് അവിടെ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ, what did the farmer say to the dog? ഫാർമർ എന്താണ് ഡോഗിനോട് പറഞ്ഞത്? To come here, to get out, to have something, none of this. ഇവിടേക്ക് വരാനാണോ, പുറത്തേക്ക് പോവാനാണോ, എന്തെങ്കിലും കഴിക്കാനാണോ, അത് ഇതൊന്നുമല്ലേ, പുറത്തേക്ക് പോവാനാണ് പറഞ്ഞത് അല്ലെ. എന്താണ് to get out, പുറത്തേക്ക് പോവാനാണ് പറഞ്ഞത്. The dog has only 1 ear, no ears at all, 2 ears, none of this. ഡോഗിന് എങ്ങനെയാണ് ഒരൊറ്റ ചെവി ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ പറഞ്ഞു അല്ലെ. only 1 ear എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇതുപോലെ നമ്മളോട് പുറത്തുനിന്ന് ഒരു പാസേജ് തരും അല്ലെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പോം തരും, എന്നിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ എപ്പോഴും നമ്മളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.